Dear students, നമുക്കൊരു definition നോക്കാം. Open cover for A. Okay, let A is contained in R. An open cover for A is a collection of open set of O lambda whose union contains the set A. അതായത് O lambda എന്ന് പറയുന്ന കുറച്ച് ഓപ്പൺ സെറ്റുകളുണ്ട്. അവയുടെ യൂണിയൻ ഒരു വലിയ സെറ്റ് ആയിരിക്കുമല്ലോ. ആ സെറ്റിനകത്ത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ഓപ്പൺ കവർ ആണ്. That is, A is contained in union of O lambda. Okay, given an open cover for a finite subcover is finite subcollection of open set from the original open cover whose union still manages to completely contain A. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഓപ്പൺ കവർ അത് ഇൻഫിനിറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓപ്പൺ സെറ്റിനെ എടുത്തുകൊണ്ട് നമ്മൾ അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റിനെ എടുത്തുകൊണ്ട് അതിന്റെ യൂണിയൻ കൺസിഡർ ചെയ്യുക. ആ യൂണിയനകത്ത് നമ്മുടെ സെറ്റ് ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ എ ആണെങ്കിൽ അതായത് എ ഫുള്ളായിട്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. ഓക്കെ, അപ്പോൾ ഓപ്പൺ കവർ എന്ന് പറയുമ്പോൾ പോസിബിളി ഇൻഫിനിറ്റ് ആകാം. ഫൈനൈറ്റ് സബ് കവർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഓപ്പൺ കവറിൽ നിന്ന് നമ്മൾ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് കവറിനെ എടുത്ത് അതിൻ്റെ യൂണിയനകത്ത് നമ്മുടെ അത് ഫുള്ളായിട്ട് ആ യൂണിയൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അതൊരു ഫൈനൈറ്റ് സബ് കവർ ആണ്. എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഓപ്പൺ ഇന്റർവൽ 0, 1. For each point x belongs to the open interval 0, 1. Okay, OX be the open interval x by 2, 1. Okay, open interval ആണ് OX എന്ന് ഞാൻ പേര് വിളിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് കളക്ഷൻ എടുക്കുകയാണ്. OX set of all OX x belongs to 0, 1 forms an open cover for the open interval 0, 1. അപ്പം എക്സ് ബൈ ടു എന്ന് പറയുന്ന എക്സ് ബൈ ടു 1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇന്റർവൽ ഞാൻ കൺസിഡർ ചെയ്തു. എക്സിന്റെ വാല്യൂ 0 നമുക്കറിയാം ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ 0, 1 ആണ്. അപ്പം ഞാൻ എക്സിന്റെ വാല്യൂ 1 എടുത്തു കഴിഞ്ഞാൽ 1 എടുക്കാൻ പറ്റില്ല, ഒരു 0.9 എടുക്കുന്നു. അപ്പോൾ 0.9/2 to 1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്. പിന്നെ ഞാൻ 0.8 എടുക്കുന്നു. അപ്പോൾ എനിക്ക് 0.4 to 1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ട്. ദെൻ 0യോട് അടുപ്പിച്ച് വരുന്നു. അങ്ങനെയുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റിനെ ഓപ്പൺ ഇന്റർവൽസിനെ ഞാൻ എടുക്കുന്നു. അവയുടെ യൂണിയൻ ഞാൻ എടുക്കുമ്പോൾ നമുക്കൊരു സെറ്റ് കിട്ടും. ആ സെറ്റിനകത്ത് നമ്മുടെ ഓപ്പൺ ഇന്റർവൽ 0, 1 എന്ന് പറയുന്ന ഇന്റർവൽ ഫുൾ ആയിട്ട് കാണും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കളക്ഷൻസ് കൺസിഡർ ചെയ്യണം. പോയിന്റ് 0യോട് അടുത്ത് വരത്തക്ക രീതിയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ കളക്ഷൻസ് ഓപ്പൺ സെറ്റിന്റെ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവൽസിന്റെ കളക്ഷൻ നമുക്കുണ്ട്. അവയുടെ യൂണിയൻ നമുക്കറിയാം, അവയുടെ യൂണിയനകത്ത് നമ്മുടെ ഓപ്പൺ ഇന്റർവൽ 0, 1 ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ഓപ്പൺ കവർ എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ സെറ്റിന്റെ കളക്ഷൻ എടുത്ത് യൂണിയൻ എടുത്ത് അതിനകത്ത് നമ്മുടെ ഓപ്പൺ ഇന്റർവൽ ഉണ്ടായി. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടോ, ഫൈനൈറ്റ് സബ് കളക്ഷൻ കൊണ്ട് നമുക്ക് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതിന്റെ ഫിഗർ ആണ് കണ്ടത്. ഇത് 1 ആണ്. അപ്പൊ ഞാൻ x1 OX1 എന്ന് പറയുമ്പോൾ x1/2 to 1 വരെയാണ്. x/2 OX2 എന്ന് പറയുമ്പോൾ ഇവിടെ x2/2 to 1 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ OX1 OX2 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 0യോട് അടുത്തടുത്ത് വന്നു. 0യെ തൊടാൻ പാടില്ല, കാരണം അതിനകത്ത് നമുക്ക് വന്ന് അങ്ങനെ ഒരു കവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, given any proposed finite subcollection set of all OX1 OX2 etc OXN. ഓക്കെ, x നമ്മൾ സെറ്റ് ചെയ്യുന്നു x dash equal to minimum of set of all x1 x2 etc xn and observe that any real number y satisfying 0 less than y less than or equal to x dash by 2 is not contained in the union I equal to 1 to m or xi.
Okay. Next is consider similar cover to the for the closed interval 0 1. നമ്മൾ മുമ്പ് പറഞ്ഞത് ഓപ്പൺ ഇന്റർവൽ ആണ്. ഇനി പറയാൻ പോകുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവലിനകത്തിൽ ഓപ്പൺ ഇന്റർവലിന്റെ കൂടെ 0യും 1ഉം കൂടി ഞാൻ ആഡ് ചെയ്യും. For x belongs to 0 1, അപ്പോൾ ഞാനിവിടെ x belongs to 0 1 മുമ്പേ നമ്മൾ പറഞ്ഞ അതേ ഓപ്പൺ കവറിംഗ് എടുക്കുവാണ്. OX ഓപ്പൺ ഇന്റർവൽ x/2 1. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമുക്കറിയാം ഈ സംഭവം 0 1 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവലിനെ കണ്ടെയ്ൻ ചെയ്യും. പക്ഷെ ക്ലോസ്ഡ് ഇന്റർവൽ 0 1നെ കണ്ടെയ്ൻ ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഞാൻ ഒരു രണ്ട് ആൾക്കാരെയും കൂടി ആഡ് ചെയ്യും. O0 equal to open interval minus epsilon epsilon and O1 equal to 1 minus epsilon 1 plus epsilon. Okay, അപ്പോൾ എനിക്ക് set of all O0, O1, then OX. X belongs to the open interval 0 1. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് ആ സെറ്റിന്റെ യൂണിയൻ അകത്ത് എൻ്റെ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 വരും. അപ്പോൾ ക്ലോസ് ഇന്റർവൽ 0 1ന്റെ ഓപ്പൺ കവർ ആയിട്ട് ഇത് മാറും. ഓക്കെ, but this time notice there is a finite subcover because the addition of the sets O0 and we can choose x dash so that x dash by 2 less than epsilon. ഞാൻ 0യെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. അതോടൊപ്പം തന്നെ എക്സ് ഡാഷ് ബൈ 2 എന്ന് പറയുന്നതിനെ ഞാൻ ലെസ് ദാൻ എപ്സിലോൺ ആക്കി എടുത്തു കഴിഞ്ഞു. ദെൻ O1നകത്ത് എന്ന് പറയുന്നതിനകത്ത് 1 വന്നു കഴിഞ്ഞു. O0നകത്ത് നമുക്കറിയാം മൈനസ് എപ്സിലോൺ തൊട്ട് എപ്സിലോൺ വരെ ഉണ്ട്. ദെൻ എക്സ് ഡാഷ് ബൈ 2 എന്ന് പറയുന്ന ആ ഓപ്പൺ സെറ്റിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലെസ് ദാൻ എപ്സിലോൺ വരെ വന്ന് നിൽക്കും. അപ്പൊ ആ എപ്സിലോണിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ വരും. അതായത് O0ഉം OX ഡാഷും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ 1 ഇവിടെ OX-നകത്തിൽ 1 ഇല്ല, പക്ഷെ എനിക്ക് O1നകത്ത് 1 ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ OX ഡാഷും O0ഉം O1ഉം എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിയനകത്ത് നമുക്ക് ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0 1നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഫൈനൈറ്റ് സബ് കവർ കിട്ടി. ആ ഫൈനൈറ്റ് സബ് കവർ ആണ് O0, OX ഡാഷ് ആൻഡ് O1. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ 0 1ന് എനിക്കൊരു ഫൈനൈറ്റ് സബ് കവറിനെ കണ്ടെത്താൻ പറ്റും. Next is Heine-Borel theorem. Let K be a subset of R. All of the following statements are equivalent in the sense that any one of them implies the two others. Okay, the equivalence relation ആണ്. Equivalence relation അല്ല, equivalent ആണ്. First one, K is compact. K is closed and bounded. Third one, every open cover for K has a finite subcover. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. K is compact, then K is closed and bounded. Characterization നമ്മൾ പറഞ്ഞതാണ്. Okay, theorem 3.3.4. Then next is every open cover for X has a finite subcover. അപ്പോൾ ഇത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും തിയറം പ്രൂവ് ആകും. അപ്പൊ നമ്മളിവിടെ തേർഡ് വൺ അസ്യൂം ചെയ്യുന്നു. K is closed and bounded നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് തേർഡ് വൺ പറയുന്നത് എവറി ഓപ്പൺ കവർ ഫോർ K ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. അങ്ങനെയാണെങ്കിൽ K എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ട എക്സാമ്പിളിൽ നമ്മൾ കണ്ടു ഫൈനൈറ്റ് സബ് കവർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയി. ഓക്കെ, ഫസ്റ്റ് അപ്പൊ നമുക്ക് K is closed and bounded ആണെന്ന് കാണിക്കണം. അതിന് ഞാൻ ആദ്യം K bounded ആണെന്ന് കാണിക്കുന്നു. We construct an open cover for K by defining OX to be the open interval of radius 1 around the point X belongs to K. ഓക്കെ, അപ്പൊ ഞാൻ OX എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ എടുത്തു.
അതിന്റെ റേഡിയസ് 1 ആണ് and around each point x belongs to k. Okay, in the language of neighborhood നമുക്ക് പറയാം OX equal to V1 of x. The open cover OX x belongs to k then must have a finite subcover OX1 OX2 etc. OXN. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് OX1 OX2 etc. OXN because k is contained in a finite union of bounded set അല്ലേ. അപ്പോൾ ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്, ഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ആണ്. സോ k എന്ന് പറയുന്ന സെറ്റ് ഇറ്റ് മസ്റ്റ് ബി ബൗണ്ടഡ്. കാരണം k ഫുള്ളായിട്ട് ഇതിനകത്തിലുണ്ട്, ഇതിന്റെ യൂണിയനകത്തുണ്ട്, ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റിനകത്തുണ്ട്, ബൗണ്ടഡ് സെറ്റ് ആണത്. സോ k ഈസ് ഓൾസോ ബൗണ്ടഡ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് k ഈസ് ക്ലോസ്ഡ് എന്നാണ്. Next is k is closed. നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സീക്വൻസ് yn be a Cauchy sequence contained in k with a limit yn equal to y. ഒരു Cauchy sequence കൺസിഡർ ചെയ്തു yn, അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു y ആണ്. നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി y belongs to k ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. To show that k is closed, we must demonstrate that y belongs to k. നമ്മൾ കോൺട്രഡിക്ഷൻ ആണ് അസ്യൂം ചെയ്തത്. സോ അസ്യൂം ഫോർ കോൺട്രഡിക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ദ കേസ്, അതായത് y not belongs to k. If y not belongs to k, then for every x belongs to k is some positive distance away from y. Okay, k y k ഇല്ല എങ്കിൽ നമുക്ക് k യിൽ ഒരു x നെ എടുക്കാൻ പറ്റും. ഇവ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും, അതായത് പോസിറ്റീവ് ഡിസ്റ്റൻസ് നമുക്കറിയാം, തമ്മിലൊരു ഡിസ്റ്റൻസ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു ഓപ്പൺ കവറിനെ ഫോം ചെയ്യുകയാണ്. Now construct an open cover by taking OX to be an interval of radius x minus y by 2. നമ്മൾ പറഞ്ഞു x minus y എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, then by 2. Okay, x minus y എന്നല്ല, mod x minus y, distance is positive around each point x in k. നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. സോ ദ റിസൾട്ടിംഗ് ഓപ്പൺ കവർ സെറ്റ് ഓഫ് ഓൾ OX x belongs to k must have a finite sub cover OX1 OX2 etc. OXN. Okay, ഈ സെറ്റിനകത്തില് പക്ഷെ നമുക്ക് എല്ലാ എലമെന്റ്സിനെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് OX എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സബ് കവർ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. Okay, this finite subcover cannot contain all the elements of the sequence yn. yn ലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇങ്ങനെ yയും x ഉം തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ x minus y by 2 എന്ന് പറയുന്ന ഒരു എപ്സിലോണിനെ നമ്മൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് OX എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റിനെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. Okay, to make this explicit set epsilon not equal to minimum of set of all mod xi minus y by 2 1 less than or equal to I less than or equal to n. Because sequence yn tends to y, we can certainly find the term yn satisfying mod yn minus y is less than epsilon. Okay, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് yn tends to y ആണ്. അതുകൊണ്ട് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഫോർ ഓൾ n greater than or equal to n, അതിൽ നമുക്ക് ആ y-യുടെ തന്നെ നൈബർഹുഡിൽ തന്നെ വരണം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു y-നെ ചൂസ് ചെയ്യാൻ പറ്റും, എപ്സിലോൺ നോട്ട് ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് yn satisfying mod yn minus y is less than epsilon. Okay, but such a yn must necessarily be excluded from each OXi. That means yn not belongs to the union of OXi. ഈ യൂണിയൻ അകത്ത് ആരില്ല, OYN ഇല്ല.
അതായത് ഈ yn-ഉം y-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആവുന്ന സമയത്ത് ഈ ഓപ്പൺ സെറ്റിലൊന്നും നമ്മുടെ yn ഉൾപ്പെടില്ല. പക്ഷെ നമ്മളെ സപ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ് കവർ ഉണ്ട് എന്നാണ്. Thus our supposed subcover does not actually cover for all k. നമ്മുടെ എല്ലാ എലമെന്റ്സിനെയും അത് കവർ ചെയ്യുന്നില്ല. കാരണം yn എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ ആ OXയിൽ ഒന്നിലും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. അതായത് നമ്മുടെ സപ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഫൈനൈറ്റ് സബ് കവർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് yn-നെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം yn-നെ ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നത് y നമ്മുടെ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ്. y നമ്മുടെ സെറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്സിലോൺ നോട്ട് 0 ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം y belongs to k. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്ന കോഷി സീക്വൻസ് എടുത്തു, അതിന്റെ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് y നമ്മുടെ സെറ്റിൽ തന്നെ ഉണ്ട്. സോ k is closed and bounded. ഓക്കെ, അപ്പൊ നമുക്ക് 3+2 ചെയ്തത് കൊണ്ട് നമ്മുടെ ഈക്വലന്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാം.